നമുക്കേ ഒന്ന് മൂന്നാർ പോയിട്ട് വന്നാലോ, ഫ്രീ ആയിട്ട്. വീട്ടിൽ പറയാണ്ടേ മൂന്നാർ ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്താ പോയി. അവസാനം അമ്മനെയും കൂട്ടി നമ്മൾ മൂന്നാർ പോവാണ്. അതും KSRTC ബസ്സിൽ പോയാലോ. ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടിട്ട് ഫ്രണ്ടിലെ സീറ്റ് കിട്ടാൻ ഓടി വന്നിട്ടേ അതൊക്കെ മുന്നേ ബുക്കിടായിരുന്നു. മറ്റേ ഗേൾസ് സ്കൂളിന്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അല്ലായിരുന്നു സത്യത്തിൽ. ഫ്രണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്ക് ഫ്രീ ആയിട്ട് പോവാലോ. ആ വിഷമം അങ്ങോട്ട് തീർന്നു. അങ്ങനെ 6:19 ആയപ്പോഴത്തേന് നമ്മള് ബസ് വരുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. A few moments later. ടൈം ഇപ്പോൾ 7:25 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആലുവ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ടൈം 7:55. നമ്മളിപ്പോൾ പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂരായപ്പോഴത്തേനും ബസ്സിൽ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ. പക്ഷേ ബസ് വിട്ടപ്പോഴത്തേനും അതിൻ്റെ ഇരട്ടി തിരക്കായിട്ടുണ്ടായി. ഓണായി. പിന്നെ എന്നോട് ചോദിക്കുന്ന വേറെ കാര്യമാണ്, ജാസി ഏത് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിശന്ന് തുടങ്ങി. അപ്പോ അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയി. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ കോതമംഗലെത്തി. കോതമംഗലെത്തിയപ്പോൾ നമ്മ ഫ്രണ്ടിലെ സീറ്റ് കണ്ടപ്പോൾ ഓടി വന്നു. പക്ഷെ 2 നോക്കി, പഞ്ഞിക്കട്ട പോലത്തെ മഞ്ഞ്. അടിമാലിയെത്തിയപ്പോൾ നമുക്കൊന്ന് ശൂശു. മൂന്നാറെത്തി കഴിഞ്ഞേ ഡബിൾ ട്രക്ക് ബസ് ഉണ്ടാവും അവിടെ. ഇനി ഡ്രൈവർ കഴിഞ്ഞാൽ അടുത്ത വ്യൂ ഫസ്റ്റ് കാണുന്നത് ഞാനായിരിക്കും. ഇവിടത്തെ ക്ലൈമറ്റ് എന്ത് രസാന്നറിയോ. ഇപ്പോ സമയം 10:47. ഒന്നും കാണുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ വ്യൂ. ക്ലൈമറ്റിലാണ് ഇവിടെ വരേണ്ടത്. മഴ, കോട, തണുക്കണുണ്ട. ഒരു 11:25 ആയപ്പോഴത്തേക്കും നമ്മൾ മൂന്നാർ എത്തിയിട്ടോ. ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ തണ്ണന്മാര് നമ്മളെ കൺവിൻസ് ചെയ്ത് വീഴ്ത്തും. അങ്ങനെ മഴക്കോട്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ജീപ്പിൽ കയറി മൂന്നാർ ചുറ്റാൻ പോവാണ്. നമ്മളുടെ കൂടെ ഒരു 9 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീപ്പിൽ ഒരാൾക്ക് 200 രൂപ വരുന്നുള്ളൂ. ഇനി ഒറ്റയ്ക്കാണെങ്കിലും വിഷമിക്കേണ്ട. നമ്മളെപ്പോലെ 9 പേര് തികയാണ്ട് നിൽക്കുന്ന കുറേ ടീമിനെ നമുക്ക് കാണാൻ പറ്റും. 9 പേര് ജീപ്പിൽ 12 പേര്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാലും അണ്ണൻ അഡ്ജസ്റ്റ് ചെയ്യില്ലല്ലോ. നമ്മൾ 12 പേർക്കും 200 രൂപ വെച്ചിട്ടാണ് കൊടുത്തത്. കുറച്ച് ക്യാഷ് ആയിത്തരും. ഇറങ്ങട്ടെ, തുറന്നാ ഞാൻ തുറന്നിടാം. സ്വർഗമാണ് മക്കളെ, സ്വർഗം. ഫോട്ടോ എത്ര? 150. കോസ്റ്റ്യൂം നമുക്ക് പ്രിന്റ് വേണ്ട. അവസാനം നമ്മൾ തന്നെ ഫോട്ടോഗ്രാഫേഴ്സായി. എത്ര അമ്മ? 50 രൂപ ഈ കോണിന്. ഇതിൽ ഉപ്പും മുളകുപൊടിയും നാരങ്ങ കൂടി മിക്സ് ചെയ്തിട്ട് അവർ വേവിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്?
അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. ശരിക്കും പറഞ്ഞ ഈ മാഗി ഊതേണ്ട ആവശ്യമേ ഇല്ല, കാരണം അത്രയും തണുപ്പാണ്. ഒരു 12 ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് മാഗിയൊക്കെ കഴിച്ച് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോയി. ടൈം എത്രയെന്ന് അറിയപ്പോ 12:26. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നമ്മളിതൊന്നും കാണാണ്ട് ഇന്ന് അവിടത്തെ വീട്ടിലത്തെ ചോറും മീൻകറിയും കൂട്ടി തിന്നിരിക്കായിരുന്നെങ്കിലോ നഷ്ടാവൂലേ? കഴിക്കാൻ പറ്റണില്ല. വിറക്കണം. നമ്മൾ അടുത്ത സ്പോട്ട് എത്തി. ടൈം 1:36 ആയപ്പോഴത്തേനും നമുക്ക് ഏകദേശം വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ കുറച്ച് ടൈമേ ബാക്കിയുള്ളൂ, കാരണം 2:40 നമ്മളുടെ ബസ് തിരിച്ചെടുക്കും. അതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ടൈം 1:40. നമ്മൾ തിരിച്ച് ബസ് ഇറങ്ങിയ സ്ഥലത്തോട്ട് പോവാണ്. ടൈം ഇപ്പോൾ 2:04 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്കിനി കൊടുങ്ങല്ലൂർ എത്തിയിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചെത്തിയപ്പോഴത്തേനും ബസ് കറക്റ്റ് എത്തിയിട്ടോ. 2:40 ആയപ്പോഴത്തേനും ബസ് സ്റ്റാർട്ട് ചെയ്തു. ഉള്ളിൽ കോട കൊണ്ട് നിറഞ്ഞിരിക്കണം, നമുക്കൊന്നും കാണാൻ പറ്റൂല ഇവിടെ. ഈ ക്ലൈമറ്റിൽ ഇതിൽ കൂടെ വണ്ടി ഓടിക്കണം ഇവരൊക്കെ സമ്മതിക്കണം. കണ്ണ് കാണുന്നുണ്ടാ? വെളുപ്പിന് 4 മണിക്ക് എണീറ്റുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. പക്ഷെ കുറച്ച് നേരം എന്നുള്ളത് കുറച്ചധികം മണിക്കൂറുകളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 8:30 ആയപ്പോൾ കൊടുങ്ങല്ലൂർ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മൂന്നാർ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.